ഒലിവർ ജോ ആഡം. ദൈവമുള്ളവനായിരിക്കണം. ISLOVE love. God is love. നമ്മുടെ ഒലിവറിന്റെ എത്താനി കുഞ്ഞെങ്ങനെ എഴുതുന്നേ? ഇങ്ങനെ 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 ഇങ്ങനെ. ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു മൈ ഫാമിലി അഖിലചീന മൈ സ്റ്റൈൽ. പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ പറഞ്ഞ പോലെ ഒലിവറിൻ്റെ ഫസ്റ്റ് ലെറ്റർ സെറിമണിയാണ് കേട്ടോ. അപ്പോൾ ഒരുപാട് സന്തോഷമുള്ള ദിവസമാണ്. ഒലിവർ ആദ്യമായിട്ട് എഴുതുന്ന ദിവസമാണല്ലോ. ഇവിടുന്ന് എങ്ങനെ പറഞ്ഞു തുടങ്ങണമെന്ന് എനിക്കറിയില്ല. ഇപ്പോൾ ആ ഷോപ്പ് വരെ എത്തി. അപ്പോൾ ഞാൻ ആ സെറിമണിക്ക് ഒരു കേക്ക് കട്ട് ചെയ്യണമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെയാണ് കേട്ടോ ഇപ്പോൾ ഇവിടെ എത്തിയിരിക്കുന്നത്. ഇതിൻ്റെ ഒരു പുതുതായിട്ട് ലോഞ്ച് ചെയ്ത അർസു കേക്ക് സ്റ്റുഡിയോ എന്നാണ് കേട്ടോ കേക്ക് ഇത്. ഇപ്പോൾ മിക്കത് ഞാൻ ഇവിടെ നിന്നാണ് കേട്ടോ ഓർഡർ ചെയ്യുന്നത്. അപ്പോൾ അത് ഇടിപിടി ഞങ്ങൾ മേടിച്ചിട്ട് പോയി. അങ്ങനെ ഈ ഫംഗ്ഷൻ വേറൊരു പള്ളിയിലാണ് കേട്ടോ അറേഞ്ച് ചെയ്തത്. ഇതൊരു വെള്ളിയാഴ്ചയായിരുന്നു. അപ്പോൾ ഈ ചർച്ചിൽ ഫാസ്റ്റിംഗ് പ്രെയർ നടക്കുമായിരുന്നു. ഈ ഫാസ്റ്റിംഗ് പ്രെയർ കഴിഞ്ഞിട്ടാണ് നമ്മുടെ സെറിമണി, ഫസ്റ്റ് ലെറ്റർ സെറിമണി നടക്കുന്നത്. ശരിക്കും പറയുന്നത് ഞങ്ങളുടെ പള്ളിയല്ലായിരുന്നു. അപ്പോൾ ഈ ഫംഗ്ഷൻ നടക്കാൻ വേണ്ടിയിട്ട് ഉമ്മൻചോതി തിരുമേനി തന്നെ വേണമെന്നുണ്ടായിരുന്നു. കാരണം ഉമ്മൻചോതി തിരുമേനിയാണ് ഞങ്ങളുടെ എൻഗേജ്മെൻറ്റ്, കല്യാണം, ഒലിവറിൻ്റെ ബാപ്റ്റിസം, അങ്ങനെ തുടങ്ങി ഞങ്ങളുടെ ഏറ്റവും പ്രഷ്യസ് ആയിട്ടുള്ള മൊമെൻറ്റ്സിന് ലീഡിങ് പാർട്ടായിട്ട് നിന്നത് ഞങ്ങളുടെ ബിഷപ്പായിരുന്നു. അപ്പോൾ ഞങ്ങൾ പെട്ടെന്ന് തീരുമാനിച്ചതായിരുന്നു ബിഷപ്പിനെ കിട്ടാൻ. കാരണം പ്രസൻറ്റ് ബിഷപ്പ് കോട്ടയത്താണ്. അപ്പോൾ അവിടെ തന്നെ പോകാനും പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ അങ്ങനത്തെ ഒരു സാഹചര്യത്തിൽ ബിഷപ്പിന് ഇവിടെ ഈ ചർച്ചയിൽ വരുന്നൊരു പ്രോഗ്രാം ഉള്ളതുകൊണ്ട് ഇങ്ങോട്ട് വരുമായിരുന്നു. ഈ ഒരു സെറിമണി ഒലിവറിൻ്റെ ലൈഫിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണല്ലോ. അപ്പോൾ നമ്മൾ ഫസ്റ്റ് എഴുതിപ്പിക്കുന്ന ആളും അതുപോലത്തെ ഒരു ഇമ്പോർട്ടൻ്റ് ആയിരിക്കണം എന്ന് ഞങ്ങൾ വിചാരിച്ചു. ഈ ഒരു ഫംഗ്ഷൻ ശരിക്കും പറഞ്ഞാൽ അൺപ്ലാൻഡ് ആയിരുന്നു. കാരണം ഒലിവർ കുത്തി വരയ്ക്കാനും പേപ്പർ പിടിക്കാനും പേന പിടിക്കാനൊക്കെ നല്ല സെറ്റായി വിചാരിച്ചു. അപ്പോൾ അവൻ്റെ എഴുത്തും കൂടെ കഴിഞ്ഞിട്ട് ഞങ്ങൾക്ക് നൈനിറ്റാളിൽ പോകാം. അതിന് 2 ആഴ്ച മാത്രമേ ഉണ്ടായിരുന്നു. പിന്നെ വിശപ്പിനെ അവൈലബിൾ ആയിട്ട് കിട്ടണം. അങ്ങനെ എല്ലാം കൂടെ കൊണ്ട് നോക്കണം. അപ്പോൾ വിശപ്പമ്മ ഒരുപാട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു കോണ്ടാക്റ്റിനൊക്കെ വേണ്ടിയിട്ട്. എല്ലാം കൊണ്ട് താങ്ക് ഗോഡ്. സകലവിധ യേശുവിന്റെ നാമത്തിൽ അത്ഭുത നാമം അത്ഭുത നാമത്തിന് വ്യാപരിക്കും. 2 കുടുംബങ്ങളിലെ മാതാപിതാക്കൾ നമുക്ക് വേണ്ടപ്പെട്ട, അതായത് 2 കുടുംബങ്ങളിലുള്ളത് ഈ മകന്റെയും മകളുടെയും കുടുംബാംഗങ്ങൾക്കായി പ്രാർത്ഥിച്ചു. പറഞ്ഞടാ മറ്റു പേരെന്നാ? ഒലിവർ ജോ ആഡം. പറഞ്ഞേ ഉമ്മൻ. ABCDEFG. ജോർജ്. ഒരു ഗുണം വേണം നിനക്ക്. ഏതാണെന്നറിയാം? അവിടെ GOD ഗോഡ്. ദൈവമുള്ളവനായിരിക്കണം. നിന്നെ എഴുതിച്ചിട്ട് ഞാൻ വിടുകൊള്ളാം. ISLOVE love. God is love. ദൈവം സ്നേഹം കൊച്ചുകാട് മറ്റേതാ മാമ വായിക്കോളൂ. ദൈവം
മാറ്റേ. തൊഴിക്കാതെ പതുക്കെ തൊഴിക്കും. യേശുവേ ഈ പൈതലിനെ അനുഗ്രഹിച്ച് 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 സകല തിന്മ ശക്തിയിൽ നിന്നും വിടുതൽ നൽകി അവനെ അനുഗ്രഹിച്ച് അവനെ കർത്താവേ യേശുവിന്റെ പിടിയിലായിരിക്കണമേ. അവൻ യേശുവിന്റെ പിടിയിലായിരിക്കണമേ. യേശുവിന്റെ പിടിയിലായിരിക്കണമേ. അവൻ ശമൂവേൽ ബാലനെ പോലെ പള്ളിയിൽ വളരണം. പള്ളിയിൽ വളരണം. പള്ളിയിൽ വളരണം. യേശുവേ നന്ദി. യേശുവേ സ്തോത്രം. യേശുവേ ആരാധന. യേശുവേ മഹത്വം. യേശു മൂലം തന്നെ ആമേൻ. God bless you. Okay. Yeah. അന്നെ വളർത്തുന്നതുപോലെ ഇവനെ വളർത്തണം. ദൈവത്തിന് കാര്യമാണ്. പിന്നെ ഒത്തിരി സുഖസുഖത്തിൽ വളർത്തി പിന്നെ കരച്ചില്ല. അതുകൊണ്ട് എന്ത് വന്ന് രണ്ടാമത് അവളെ എത്ര സുഖസുഖത്തിൽ വളർത്തിയിട്ട് എനിക്കാണ് അങ്ങാട് പറഞ്ഞ ജോലിയുണ്ട്. ഞാൻ മാത്രമേ അവളെ കേട്ടോ ആരും ഒന്നും കേട്ടില്ലല്ലോ. ലക്ഷണം കേട്ടോടാ. God bless you. God bless you and keep you. May the Lord shine upon you. പട്ടണത്തിലൊന്നും വിട്ടാകില്ല കേട്ടോ. കർത്താവ് കേട്ടോ. പിന്നെ ഫംഗ്ഷനൊക്കെ കഴിഞ്ഞിട്ട് അവിടെ പള്ളിയിലുണ്ടായിരുന്ന എല്ലാവർക്കും ഈ മുട്ടായിയും കേക്കും എല്ലാം കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പം നമ്മുടെ ഫാമിലി മെമ്പേഴ്സ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ. പിന്നെ ജിത്തു വന്നിട്ടില്ലായിരുന്നു, അവന് കുറച്ച് ബിസി ആയിപ്പോയി. ബാക്കി എല്ലാവരും ഉണ്ടായിരുന്നു. ചോദിച്ചൊക്കെ നാട്ടിൽ വന്ന സമയത്തായിരുന്നു ഇത് നടത്തിയത്. അപ്പം നല്ലൊരു ചെറിയൊരു ഫംഗ്ഷനായിരുന്നു. അപ്പോൾ ഇതാണ് കേട്ടോ വിശപ്പമ്മ. വിശപ്പ് ഫാമിലിയായിട്ട് തന്നെ ഈ പ്രയറിന് പങ്കെടുത്തിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് ഞങ്ങളുടെ ഫംഗ്ഷനും ഉണ്ടായിരുന്നു. വിശപ്പമ്മയാണ് അവസാനത്തെ ടൈമിൽ ഡേറ്റൊക്കെ സെറ്റാക്കി തന്നത്. വിശപ്പുമായിട്ട് കോൺടാക്ട് ചെയ്യാനൊക്കെ പറ്റിയ കുറച്ച് തിരക്കുണ്ടായിരുന്നു. പക്ഷേ എല്ലാം നല്ലപോലെ തന്നെ നടന്നു. പിന്നെ ഞങ്ങളെല്ലാവരും ചേർന്നിട്ട് ഫാമിലി ഫോട്ടോസ് എടുക്കുമായിരുന്നു. അപ്പോൾ ഇതായിരുന്നു ഫസ്റ്റ് ലെറ്റർ സെറിമണി. കുറച്ച് പേഴ്സണലാണ്, പക്ഷെ നിങ്ങളായിട്ട് ഷെയർ ചെയ്തേ ഉള്ളൂ. അപ്പോൾ ഞങ്ങൾ ഇങ്ങനെയാണ് കേട്ടോ ഒലിവറിനെ എഴുതിപ്പിച്ചത്. അപ്പോൾ ഓരോരുത്തർ പല രീതിക്കായിരിക്കും ചെയ്യുക. ഞങ്ങളുടെ ടൈമും അവൈലബിലിറ്റി എല്ലാം നോക്കിയിട്ടാണ് കേട്ടോ എഴുതിയത്. സ്പെഷ്യൽ ഡേ അങ്ങനെ ഒന്നും നോക്കിയില്ല. വീഡിയോ ഇഷ്ടമായി എന്തായാലും ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുക. നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ബൈ ബൈ ഫ്രം മംഗലജീന മൈസ്റ്റർ. ഇന്നത്തെ ഇതിന് ഈ മോനാണ് കേട്ടോ നമുക്ക് വീഡിയോ ഒക്കെ ചെറുതായിട്ട് അവർ എടുത്ത് തന്നത്. വേറെന്തായിരുന്നു? സാമാണ് കേട്ടോ നമുക്ക് വീഡിയോ ഒക്കെ എടുത്ത് തന്നിട്ട്. അത്രയൊന്നും ഇല്ല കേട്ടോ, കുറച്ചായിട്ടൊക്കെ ഉള്ള ഒരുപാട് എഴുത്ത് അങ്ങനത്തെ കാര്യങ്ങൾ. താങ്ക് യു.